ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈസി ആയിട്ട് ഒരു ചിക്കൻ കറി എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്നതാണ്. വളരെ പെട്ടെന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായി നമ്മളിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല ഇത്രയും ചേർത്ത് ഈ ഇറച്ചി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതൊരു 10-20 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കുക. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ഒരു 4 സവോള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് വാടി വരുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ചെറിയൊരു ടീസ്പൂൺ കുരുമുളക് ഇത്രയും കൂടി നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതും കൂടെ ഒന്ന് ചതച്ചെടുക്കുക. ഇനി ഈ ചതച്ച മിശ്രിതമെല്ലാം നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സവോളയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഇതൊന്ന് നന്നായി വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ഇത്രയും എരിവിൻ്റെ ആവശ്യമേ ഇതിലുള്ളൂ. ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മീറ്റ് മസാല കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വഴറ്റിയ മിശ്രിതവുമായി നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ ആവിയിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. ഇങ്ങനെ ഈ മസാലയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്കിട്ട് ഇങ്ങനെ വഴറ്റി കൊടുത്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ഒരു ടേസ്റ്റാണ് ഈ കറിക്ക് ലഭിക്കുന്നത്. അതിനായി നമ്മളിത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ ഈ മസാലയിൽ കിടന്ന് ഇത് കുക്കായി വരുമ്പോൾ നല്ല ഫ്രൈഡ് ടേസ്റ്റ് തന്നെ ഈ കറിക്ക് ലഭിക്കും. ഇത് നമ്മൾ ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഇതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് നമ്മൾ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇനിയിപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറിയെല്ലാം തയ്യാറായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി തയ്യാറായി കഴിഞ്ഞു. ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. ഈ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്യുക.